നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക രോഗങ്ങളുടെയും മൂലകാരണമായിട്ടുള്ള ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് എങ്ങനെയാണ് നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള 3 പ്രധാന കൂട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻഫ്ലമേഷൻസും അതിനോടൊപ്പം അനുബന്ധമായിട്ട് വരുന്ന പലവിധ രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ്. അതിനൊപ്പം തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ വീഡിയോ വളരെയേറെ ഇൻഫർമേറ്റീവ് ആണ്. ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് നീർവീക്കം വരികയോ ആ ഭാഗത്ത് വേദന വരികയോ എന്നുള്ളൊരു കാര്യം മാത്രമല്ല, നമ്മുടെ ശരീരം മുഴുവനായിട്ടും ഈ ഒരു ഇൻഫ്ലമേഷൻസ് അഫക്റ്റ് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ പ്രതിരോധ ശക്തിയെയാണ് ഈ ഒരു ഇൻഫ്ലമേഷന്റെ ഒരു പ്രശ്നങ്ങൾ കൂടുതൽ, നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ അമിതമായിട്ട് ബാധിക്കപ്പെടുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ പ്രമേഹ രോഗം ഉയർത്താൻ കാരണമാവും, BP ലെവൽ ഉയർന്ന രീതിയിലാകും, സ്ട്രെസ് ഹോർമോൺസ് കൂടുതലാക്കും, നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. ഇതിലൂടെ ഹോർമോണൽ ഇംബാലൻസുകൾ വരും. പലപ്പോഴും തൈറോയ്ഡ് ഇഷ്യൂസ് വരെ ഈ ഒരു ഇൻഫ്ലമേഷന്റെ പ്രധാന ഒരു കാരണമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫ്ലമേഷൻ തന്നെയാണ്. ഇനി നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ തലത്തിൽ അല്ലെങ്കിൽ നീർക്കെട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ചില ലക്ഷണങ്ങൾ പറയാം. രാവിലെ എണീക്കുന്ന സമയത്ത് സന്ധികളിലൊക്കെ തന്നെ അമിതമായിട്ട് വേദനകൾ വരികയോ, നമുക്ക് കാല് നിലത്ത് കുത്താൻ പോലും പറ്റാത്ത പോലെയുള്ള വേദനകൾ സംഭവിക്കുക. തുടക്കത്തിൽ രാവിലെ എണീക്കുന്ന സമയത്ത് ചിലർക്ക് ഓക്കാനം, ഛർദി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, മൂഡ് സ്വിങ്സ് പെട്ടെന്ന് കൂടുതലായിട്ട് വരിക, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സന്ധികളിൽ, പലതരം സന്ധികളിൽ വേദനകൾ ഒരുമിച്ച് വരിക എന്നുള്ളത്, ഇത് വിട്ടുമാറാതെ നിൽക്കുക എന്നുള്ളതും. അതുപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആയിട്ട് വരിക, അല്ലെങ്കിൽ വണ്ണം അമിതമായിട്ട് കൂടി വരിക. എത്ര എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കുറയാതെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഇൻഫ്ലമേഷൻ കാരണം കൊണ്ടായിരിക്കാം. മറ്റൊന്ന് ഡയബറ്റിസ് നമ്മൾ കുറയാതിരിക്കുക, അതുപോലെ BP കൺട്രോൾ ആവാതിരിക്കുക, കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുക. എത്ര ഡയറ്റ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇവയൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടിന്റെ പ്രധാന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഒരു ഇൻഫ്ലമേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ്. 2 തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ട്. ഒന്ന് അക്യൂട്ട് ഇൻഫ്ലമേഷനും ഒന്ന് ക്രോണിക് ഇൻഫ്ലമേഷൻസും. രണ്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ സെൽസിനെ ഡാമേജ് ആക്കുന്ന ഫ്രീ റാഡിക്കൽസിന്റെ ആ ഒരു ഡെവലപ്മെന്റ് ഇവർ കൂട്ടുന്നതാണ്. അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൂടാൻ കാരണമാവുകയും ചെയ്യുന്നതാണ്. ഇവയൊക്കെ തന്നെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഭക്ഷണത്തിലും ജീവിതചര്യയിലും ഒക്കെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതിലൂടെ ഈ ഇൻഫ്ലമേഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ കഴിയുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 3 കൂട്ടുകളുമാണ് പറയുന്നത്. നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യത്തെ പാനീയത്തിൽ വരുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇതിൽ ആദ്യം വരുന്നത് മഞ്ഞളാണ്. നമുക്ക് എപ്പോഴും പച്ചമഞ്ഞൾ എടുക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഇതിലാണ് കർക്കുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഉള്ളത്. പച്ചമഞ്ഞളിലാണ് കർക്കുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഉള്ളത്. ഈ ഒരു കോമ്പൗണ്ടാണ് നമ്മുടെ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് ശരീരത്തിൽ കുറയ്ക്കാൻ സഹായകരമാകുന്നത്. പല സ്റ്റഡീസുകളിലും സയന്റിഫിക്കലി തെളിയിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് സയന്റിഫിക്കലി എന്തെങ്കിലും പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. സയന്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ളതും ഈ ഒരു കർക്കുമിൻ എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട് എക്സ്ട്രാക്ട് ചെയ്ത് പലതരത്തിലുള്ള മെഡിസിൻസുകളിൽ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ ആ മെഡിസിൻസ് ഒക്കെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്ത് പോരുന്നതാണ്. അപ്പൊ അതിൽ തന്നെ വളരെയേറെ പ്രാധാന്യം, ഈ ഒരു മഞ്ഞളുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പച്ച മഞ്ഞളാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഇത് ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയിൽ നിന്നുള്ള പൊടിയാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ്. നിങ്ങൾക്ക് അതൊന്നും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രാൻഡിന്റെ മഞ്ഞൾപ്പൊടി സെലക്ട് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ പച്ചമഞ്ഞളാണ് ഈ ഒരു കൂട്ടിനകത്തേക്ക് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ മാത്രമാണ് ഈ ഒരു പാനീയം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് വരുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അടങ്ങിയിട്ടുള്ളതാണ്. സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ നെർവ്സിന്റെയും ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ടും രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. അപ്പൊ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 2 എണ്ണം മാത്രമാണ്. അടുത്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് മാത്രമല്ല വേദനകൾ അകറ്റാൻ വേണ്ടിയും സഹായിക്കുന്നതാണ്. കാരണം ഇതിൽ ജിഞ്ചറോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുള്ള ഇത് വേദനകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ആർത്രൈറ്റിസ് കണ്ടീഷൻസിന് ഏറ്റവും ഗുണകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത്
അടുത്തത് സിന്നമൺ സ്റ്റിക്ക് അഥവാ കറുവപ്പട്ടയുടെ സ്റ്റിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും കൊഴുപ്പില്ലാതാക്കാൻ വേണ്ടിയിട്ടും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. അപ്പൊ ഇതെടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം മാത്രമാണ് നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. പ്രിപ്പയർ ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് 1.25 ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളെല്ലാം തന്നെ അതിനകത്തേക്ക് ചേർത്ത് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അരിച്ചെടുക്കേണ്ടതാണ്. അരിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ചേർക്കേണ്ടത്. കുരുമുളക് പൊടി എന്ന് പറയുന്നത് ഈ ഒരു മഞ്ഞളിലുള്ള കർക്കുമിൻ കണ്ടന്റും ജിഞ്ചറോൾ അതായത് ഇഞ്ചിയിലുള്ള ജിഞ്ചറോൾ കോമ്പൗണ്ടും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുരുമുളക് പൊടിയുടെ ആവശ്യകതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കുരുമുളക് പൊടി മേമ്പൊടിയായിട്ടാണ് ചേർക്കേണ്ടത്. എന്നിട്ട് ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. പലർക്കും ഗ്യാസ്, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിന് ശേഷം അതായത് 11 മണി സമയത്തോ ഇല്ലെങ്കിൽ വൈകുന്നേരം 4 മണി സമയത്തോ കുടിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ കോവിഡ് സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി കുടിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാന പാനീയമാണിത്. വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വേറെ മറ്റ് രോഗങ്ങളൊക്കെ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഓർക്കേണ്ടത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം നിങ്ങൾ കുടിക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു 7 ദിവസം ഗ്യാപ്പ് കൊടുക്കുക. വീണ്ടും ഒരു 21 ദിവസം കൂടിയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തെ പാനീയം എന്ന് പറയുന്നത് തുളസിയില ഉപയോഗിച്ചുകൊണ്ടുള്ള പാനീയമാണ്. തുളസിയില എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട്, പ്രത്യേകിച്ച് ഈ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസുകൾ നമ്മുടെ ആസ്മ പോലെയുള്ളത് അല്ലെങ്കിൽ അലർജി കണ്ടീഷൻസുകളിലൊക്കെ തന്നെ വരാറുണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പലവിധ രോഗങ്ങളിൽ ഇൻഫ്ലമേഷൻ ഒരു പ്രധാന ഘടകമാവാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും ത്വക്ക് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങളിലും ഇൻഫ്ലമേഷൻ ഒരു പ്രധാന കാരണമാവാറുണ്ട്. ഇവയ്ക്ക് രണ്ടിനും വേണ്ടിയിട്ട് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു തുളസിയില എന്ന് പറയുന്നത്. കൂടാതെ പലതരത്തിലുള്ള ആർത്രൈറ്റിസ് കണ്ടീഷൻസുകളിൽ നമ്മുടെ ശരീരമാസകലമുള്ള വേദനകൾ കുറയ്ക്കാൻ വേണ്ടും ഈ ഒരു തുളസിയില ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഈ ഒരു തുളസിയിലയുടെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അടങ്ങിയിട്ടുള്ളവയാണ്. രണ്ടും 1 ഗ്ലാസ് വെള്ളം തിളച്ചു വരുന്ന സമയത്ത് ഇവ രണ്ടും ചേർത്തിട്ട് നന്നായി തിളപ്പിച്ച് ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇത് രാവിലെ കുടിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് ഇത് 11 മണി സമയത്ത് കുടിക്കുന്നത് ഗുണകരമാണ്. ഇനി ഇതിൽ മൂന്നാമത് വരുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടാണ് നെയ്യും അതുപോലെ തന്നെ പച്ചമഞ്ഞളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടെന്ന് പറയുന്നത്. നെയ്യ് നമ്മുടെ ശരീരത്തിലെ നല്ല ഫാറ്റ് കൂട്ടാൻ വേണ്ടി, പ്രത്യേകിച്ച് മോശം കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നല്ല ഫാറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. നല്ല പശുവിൻ പാലിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള നെയ്യാണെന്നുണ്ടെങ്കിൽ അതിൽ അമിതമായിട്ടുള്ള മറ്റു പ്രോട്ടീൻസോ കാര്യങ്ങളോ ഒന്നും വരാതെ തന്നെ നമുക്ക് ആ ഒരു നെയ്യിനെ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ ലെവൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗുണകരമാകുന്നതാണ്. 1/2 സ്പൂൺ അളവായിട്ടുള്ള നെയ്യാണ് എടുക്കുന്നത്. ഇതിനകത്തേക്ക് ഏകദേശം 1/2 സ്പൂൺ അളവായിട്ടുള്ള മഞ്ഞൾ, പച്ചമഞ്ഞളിൽ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒന്ന് പിഴിഞ്ഞിട്ട് അതിൽ നിന്നും കിട്ടുന്ന നീരാണ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. ഇവ രണ്ടും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് പച്ചമഞ്ഞൾ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടിയിൽ നിന്നും 1/4 സ്പൂൺ അളവായിട്ടുള്ള മഞ്ഞൾപ്പൊടി മാത്രം ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇത് രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. അതും ഇത് കുടിച്ച് 1 മണിക്കൂറിന് ശേഷം മാത്രമാണ് മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത്. വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻഫ്ലമേഷൻസ് കുറയാനും അതുപോലെ കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏറെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മേൽ പറഞ്ഞിട്ടുള്ള കൂട്ടുകളെല്ലാം തന്നെ ഒരുമിച്ച് ഉപയോഗിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എല്ലാം ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഒരു കൂട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, അടുത്ത ആഴ്ച അടുത്ത കൂട്ട് കണ്ടിന്യൂ ചെയ്യുക, അതിൻ്റെ അടുത്ത ആഴ്ച അടുത്ത കൂട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇതുപോലെ നിങ്ങളൊരു 21 ദിവസമാണ് നമ്മൾ മാറി മാറി ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു 7 ദിവസം തീർച്ചയായിട്ടും ഗ്യാപ്പ് ഇടേണ്ടതാണ്. ഒന്നും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്ന കൂട്ടുകളൊക്കെ തന്നെ 21 ദിവസത്തിൽ കൂടുതലായിട്ടുള്ള അളവുകളിൽ എടുക്കാതെ 21 ദിവസത്തിന് ശേഷം ഒരു 7 ദിവസം നമ്മൾ ബോഡിക്ക്
ഒരു റെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്കിത് 21 ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. കൂടുതലായിട്ട് നമ്മൾ സീഡ്സുകളിൽ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, വാൾനട്ട്, ബദാം തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ നമുക്ക് നട്ട്സ്, സീഡ്സ് ഐറ്റംസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് വെജിറ്റബിൾസിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും നമുക്ക് കഴിക്കാമെങ്കിലും ക്രൂസിഫറസ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ വരുന്നത് കോളിഫ്ലവർ, ക്യാബേജ്, ബ്രോക്കോളി മുതലായിട്ടുള്ളവയാണ്. ഇവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഏറെ ഗുണകരമാണ്. മറ്റൊന്ന് ഫ്രൂട്ട്സുകളാണ്. ഫ്രൂട്ട്സുകളിൽ അമിതമായിട്ട് പുളിയുള്ള ഫ്രൂട്ട്സുകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന് പകരമായിട്ട് അവക്കാഡോ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. നല്ല ഫാറ്റ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റും നല്ല രീതിയിൽ ഉള്ളതിനാൽ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് അകറ്റാൻ ഏറ്റവും ഗുണകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ ബെറീസുകൾ ഉപയോഗിക്കുന്നത് ബ്ലൂബെറീസ്, ബ്ലാക്ക് ബെറീസ്, അതുപോലെ സ്ട്രോബെറി മുതലായിട്ടുള്ളവയൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഏത്തയ്ക്ക, ചെറുപഴം മുതലായിട്ടുള്ളവ കഴിക്കുന്നതും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി അമിതമായിട്ട് നമുക്ക് റെഡ് മീറ്റ് ഒക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് മീനുകൾ ഉൾപ്പെടുത്തുന്നതാണ് ഏറെ ഗുണകരം. അതും ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനുകൾ, അതായത് നെയ് മത്തി പോലുള്ളവ. മത്തിയിലൊക്കെ നെയ്യ് അമിതമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ആ ഒരു മത്തി കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ നല്ല ഫാറ്റിനെ കൂട്ടാനും അതുപോലെ മോശം ഫാറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയും സഹായകരമാകുന്നതാണ്. അപ്പോൾ നെയ് മത്തി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അയല നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. ചെറുമീനുകൾ, ചെറു മത്സ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിക്കുന്നതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒലീവ് ഓയിൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒലീവ് ഓയിലാണ് നമ്മുടെ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് കുറയ്ക്കാൻ നല്ലതെന്നുള്ളത്. രണ്ടാമതെന്ന് പറയുന്നത് നമുക്ക് വെളിച്ചെണ്ണയാണ്. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതും ഏറെ നല്ലതാണ്. അടുത്തത് നോർമൽ ചായക്ക് പകരമായിട്ട് ഗ്രീൻ ടീ യൂസ് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കും എന്നുള്ളത് പല സ്റ്റഡീസുകളും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്, എന്നാലും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നവയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഭക്ഷണ രീതികൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു നീർക്കെട്ട്, വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ നല്ലതാണ്. മറ്റൊന്ന് ഡയറ്റിനോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുന്നതാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ചെറിയ രീതിയിലെങ്കിലും ഒന്ന് നടക്കുകയോ ഓടുകയോ അല്ലെങ്കിൽ നമ്മൾ ഇരുന്നു കൊണ്ടുള്ള പല എക്സസൈസുകൾ ഞാൻ എൻ്റെ വീഡിയോസിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ തന്നെ ഇത് ഷെയർ ചെയ്യുക. 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ബോഡിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്താണെന്നുള്ളത് 21 ദിവസത്തിന് ശേഷം ഈ ഒരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.